വോട്ടുകൊള്ളക്കെതിരെ രാജ്യതലസ്ഥാനത്തെ വിറപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എംപിമാർ അണിനിരുന്ന മാർച്ച് സഖ്യത്തിന്റെ ശക്തിപ്രകടനമായി മാറി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ്, കനിമൊഴി, സുപ്രിയ സുലെ തുടങ്ങി സഖ്യത്തിലെ മുൻനിര നേതാക്കളടക്കം 300 എംപിമാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. മോദി ചോർഹെ എന്നടക്കമുള്ള മുദ്രാവാക്യമാണ് എംപിമാർ ഉയർത്തിയത്. പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന തരൂരും പ്രതികരണവുമായി എത്തുന്നുണ്ട്. കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമാക്കരുത് എന്ന് ശശി തരൂർ പറയുന്നു. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ ഉത്തരമുണ്ട്, അത് നിങ്ങൾ അറിയണമെന്നാണ് തരൂർ പറഞ്ഞത്. രാവിലെ 11:30 പാർലമെന്റിൽ നിന്നും കാൽനടയായി ആരംഭിച്ച മാർച്ച് വഴിയിൽ പോലീസ് തടഞ്ഞു. ഇതോടെ റോഡിൽ കുത്തിയിരുന്ന് എംപിമാർ പ്രതിഷേധിച്ചു. എംപിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ വാഹനത്തിലിരുന്നും ഇവർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രിയങ്ക ഗാന്ധി പോലീസ് വാഹനത്തിലേക്ക് കയറിയത്. അതേസമയം ഇലക്ഷൻ കമ്മീഷനെ കാണാനുള്ള തീരുമാനം പ്രതിപക്ഷം ഉപേക്ഷിച്ചു. 30 എംപിമാർ മാത്രം കാണാൻ കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെയാണിത്. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ചേർക്കുന്നതിലും അധികം വോട്ട് 5 മാസം കൊണ്ട് ചേർത്തെന്നും ഹരിയാനയിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതിൽ സംശയമുണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുലിന് പിന്തുണയുമായി എത്തിയിരുന്നു എല്ലാവരും. കൂടാതെ ഒഡീഷയിലെ വൈദികർക്ക് നേരെ നടന്ന ആക്രമണത്തിനെതിരെ ഡൽഹിയിൽ സംഘടിച്ച കോൺഗ്രസ് പ്രതിഷേധത്തിൽ മോദി സർക്കാരിനെതിരെ ഷെയിം വിളിയുമായി ശശി തരൂർ എംപി പാർലമെന്റിന് മുന്നിലെത്തിയിരുന്നു. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ടർമാരുടെയും താൽപര്യങ്ങൾ കണക്കിലെടുത്ത് പരിഹരിക്കേണ്ട ഗൗരവമേറിയ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. തരൂർ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ജനാധിപത്യം ഏറെ വിലപ്പെട്ടതാണ്. ഇതിന്റെ വിശ്വാസ്യത, കഴിവില്ലായ്മ, അശ്രദ്ധ, മനഃപൂർവ്വമായ കൃത്രിമത്വം എന്നിവ കാരണം നഷ്ടപ്പെടുന്ന നിലയുണ്ടാകരുത്. ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. വിഷയത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ രാജ്യത്തെ ബോധിപ്പിക്കണം എന്നും തരൂർ പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ടാണ് തരൂരിന്റെ പോസ്റ്റ് വന്നത്. തരൂരിന്റെ പ്രതികരണങ്ങൾ കാണാം. Whether there is duplicate voting, whether there are multiple addresses, whether there are fake votes, all of this and manipulation is the worst case scenario. But if there are doubts in people's minds, they should be addressed. There may be answers available to these questions, but those answers must be provided credibly. That is my only request, that the Election Commission should take the questions and address them, rather than insisting on formalities. Do you think some credibility is going down of ECI because opposition is raising questions? They are not getting answers. Naturally, as long as there are doubts in the minds of people about the fairness of the elections, that is harming the credibility of the Election Commission. As long as those doubts are removed, then the Election Commission's credibility can be regained. So the Election Commission's own interest lies